പ്രിയമുള്ളവരെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിൾ ഇൻ എ ഇയർ. ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവവചന വായനാ പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസെൻഷൻ. ഞാൻ ഡാനിയലച്ചൻ. വചന വായനയിലൂടെ ദൈവസ്വരം കേൾക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ മനോഹരമായ ഒരു യാത്രയ്ക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകത്തിലെ 73 ഗ്രന്ഥങ്ങളിലായി പരന്നു കിടക്കുന്ന മനുഷ്യരക്ഷയുടെ മഹാസംഭവം ഒറ്റപ്രമേയമായി വായിക്കുന്നതിന് ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈം ലൈൻ എന്ന വായനാ സഹായിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് റീഡിംഗ് പ്ലാൻ ആവശ്യമുണ്ടെങ്കിൽ biyindia.com/malayalam എന്ന ലിങ്കിൽ അത് ലഭ്യമാണ്. ഇന്ന് പുതിയ ഒരു ബൈബിൾ വായനാ കാലഘട്ടത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരുക്കമായി പതിവ് പോലെ നമ്മൾ ചെയ്തു വരുന്ന ആ കാലഘട്ടത്തെക്കുറിച്ചുള്ള ചർച്ചയാണ് പ്രിയപ്പെട്ട വിൽസനച്ചനോടൊപ്പം കഴിഞ്ഞ എപ്പിസോഡുകളിൽ ചെയ്തതുപോലെ പുതിയൊരു കാലഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഈ വായനാ കാലഘട്ടത്തിൻ്റെ പേര് രാജകീയ ജനത, ദ റോയൽ കിങ്ഡം എന്നാണ്. 1-2 സാമുവേലിൻ്റെ പുസ്തകം നമ്മൾ വായിക്കുന്നു. സാമുവേലിൻ്റെ 1-2 പുസ്തകങ്ങൾ വായിക്കുന്നു. അതുപോലെ തന്നെ 1 രാജാക്കന്മാർ അധ്യായം 11 വരെയും, ദിനവൃത്താന്ത പുസ്തകം അതിൻ്റെ 1-ാം പുസ്തകം 1 ദിനവൃത്താന്തം മുഴുവനും, 2 ദിനവൃത്താന്തത്തിൻ്റെ 9-ാം അധ്യായം വരെയും, അതുപോലെ തന്നെ സഭാപ്രസംഗകൻ്റെ പുസ്തകം നമ്മൾ വായിക്കും. പിന്നീട് സങ്കീർത്തനങ്ങളും. വളരെ ദീർഘമായ ഒരു വായന ഉൾപ്പെടുന്ന ഈ കാലഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് മനോഹരമായ ഒരു ഡിസ്കഷനിലേക്ക് നമ്മൾ കടക്കുകയാണ്. യോഹന്നാൻ വായിക്കുന്നത് ഒരു അനുഗ്രഹമായിരുന്നു. നമ്മൾ മിശിഹാ യുഗ പരിശോധന മുനമ്പിൽ നമ്മുടെ വായനയുടെ ലക്ഷ്യം യേശുവാണെന്ന് കണ്ടെത്താൻ യോഹന്നാൻ്റെ സുവിശേഷത്തിലൂടെ നമുക്ക് കഴിഞ്ഞു. ഈശോ എല്ലാറ്റിൻ്റെയും പൂർത്തീകരണമാണ് എന്ന ഒരു ദിശയിലാണ് ഈ വായന മുന്നോട്ട് നീങ്ങുന്നത്. ഇപ്പോൾ നമ്മൾ വീണ്ടും പഴയ നിയമത്തിലേക്ക് മടങ്ങിപ്പോകുന്നു. നമ്മുടെ ആ പഴയ സമയ കാലഘട്ടം വീണ്ടും നമ്മൾ വായനാ പദ്ധതിയിൽ ഉൾപ്പെടുത്തുകയാണ്. രാജകീയ ജനത എന്ന ഈ കാലഘട്ടത്തിൽ ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങൾ ഒരു രാജ്യമായി, ഒരു രാജകീയ ജനതയായി രൂപപ്പെടുകയാണ്. പ്രിയപ്പെട്ട വിൽസനച്ച, അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഈ കാലഘട്ടത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അച്ഛൻ എന്ത് വിചാരിക്കുന്നു, എന്തൊക്കെ പ്രതീക്ഷിക്കുന്നു? വളരെ സന്തോഷം ഒരിക്കൽ കൂടി വചനത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യാനായിട്ട്, വചനം ധ്യാനിക്കാനായിട്ട് സാധിക്കുന്നതിൽ. പ്രത്യേകിച്ച് പുതിയ നിയമത്തിൻ്റെ ഹൃദയമായ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം പഠിച്ചിട്ട് നിൽക്കുന്നത് വലിയ ഒരു ഉന്മേഷത്തോടു കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ തിരിച്ചുപോക്ക് കൂടുതൽ ഊർജത്തോടു കൂടിയുള്ള തിരിച്ചുപോക്കാണ്. ഈ സമയത്ത് അച്ഛൻ പറഞ്ഞതുപോലെ രാജത്വത്തിൻ്റെ ചില സംഭവങ്ങളിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. അച്ഛന് കഴിഞ്ഞ ദിവസം അച്ഛൻ സൂചിപ്പിച്ചിരുന്നു, ദൈവമായിരുന്നു ഇതുവരെയും രാജാവ്, ഇനി മനുഷ്യൻ രാജാവായിത്തീരുന്ന ഒരു സാഹചര്യം. എന്നിട്ട് അച്ഛൻ പഠിപ്പിച്ചു, യേശു എന്ന ആ വലിയ രാജാവിൻ്റെ നിഴലാണ് ഇവിടെ കാണാൻ സാധിക്കുക, അല്ലെങ്കിൽ ആ രാജത്വത്തിലേക്കാണ് നമ്മൾ പോകുന്നതെന്ന്. അപ്പോൾ യഥാർത്ഥത്തിൽ ദൈവം പദ്ധതിയിട്ട ഒരു കാര്യമാണോ ഈ രാജത്വം? ഈ മനുഷ്യനെ രാജാവായി തിരഞ്ഞെടുക്കുന്നത് ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഉണ്ടായിരുന്നതാണോ, അതോ ജനത്തിൻ്റെ നിർബന്ധം മുഖാന്തരം അങ്ങനെ ചെയ്യേണ്ടി വന്നതാണോ? നമ്മൾ അബ്രഹാമിന് ദൈവം കൊടുത്ത വാഗ്ദാനങ്ങളുടെ 3 ഘട്ടങ്ങൾ കണ്ടിരുന്നു. അബ്രഹാമിനോട് ദൈവം പറയുന്നത്, 1, ഞാൻ നിനക്ക് ഒരു ദേശം തരും. ആദ്യത്തെ വാഗ്ദാനം ലാൻഡാണ്. അത് മോശയിലൂടെ നിറവേറി. മോശ അവരെ കാനാൻ ദേശത്തേക്ക് കൊണ്ടുവന്നു. പിന്നീട് അബ്രഹാമിന് ദൈവം കൊടുത്ത 2ാമത്തെ വാഗ്ദാനമായിരുന്നു, നിന്റെ നാമം ഞാൻ മഹത്തമമാക്കും. യുവർ നെയിം വിൽ ബി ഗ്രേറ്റ്. ഈ ഹീബ്രു ഭാഷയിൽ, ബൈബിളിൻ്റെ ഭാഷയിൽ നാമം മഹത്തരമാക്കുക എന്ന് പറഞ്ഞാൽ രാജാക്കന്മാർ ഉത്ഭവിക്കുക എന്നാണ്. ഒരു രാജകീയ ജനതയാവുക എന്നാണ് ആ പ്രയോഗത്തിൻ്റെ അർത്ഥം. 3ാമത്തേതാണ്, നിന്റെ സന്തതിയിലൂടെ ലോകം മുഴുവൻ അനുഗ്രഹിക്കപ്പെടും. നിങ്ങൾ ഒരു സാർവത്രിക അനുഗ്രഹമായി, ലോകം മുഴുവനുമുള്ള അനുഗ്രഹമായി മാറും. അപ്പോൾ ഈ 2ാമത്തെ പ്രോമിസാണ് യഥാർത്ഥത്തിൽ രാജാക്കന്മാർ ഉത്ഭവിക്കുന്നത് വഴി പൂർത്തിയാവുന്നത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, രാജാക്കന്മാർ തീർച്ചയായും ദൈവപദ്ധതിയുടെ ഭാഗമാണ്. എന്നാൽ അത് പറയുമ്പോൾ അതേ സമയത്ത് തന്നെ ആ രാജത്വത്തെ ദൈവം വിഭാവന ചെയ്തത് മനുഷ്യരെ, ഇസ്രായേൽക്കാർ വിചാരിച്ച രീതിയിലായിരുന്നില്ല. അതാണ് ഇവിടെ നമ്മൾ വളരെ കൃത്യതയോടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. സത്യത്തിൽ ഈ രാജാവിന് വേണ്ടി മുറവിളി കൂട്ടുമ്പോൾ ദൈവം, അവർ എൻ്റെ ഹിതത്തിനെതിരായിട്ടാണ് മുറവിളി കൂട്ടുന്നത് എന്ന് വായിക്കുമ്പോൾ ആണ് നമുക്ക് ഈ കോൺഫ്ലിക്റ്റ് ഉണ്ടാവാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഇത് ദൈവപദ്ധതി ആയിരുന്നില്ലേ എന്ന്. തീർച്ചയായിട്ടും രാജാക്കന്മാർ ഉത്ഭവിക്കുക എന്നത് ദൈവപദ്ധതിയാണ്. കാരണം ആ രാജപരമ്പരയിൽ നിന്നാണ് നിത്യനായ രാജാവായ ഈശോ വരാൻ പോകുന്നതും. അപ്പോൾ ഈ ഭൂമിയിൽ
അവരെ ഭരിക്കുന്ന ഒരു രാജാവ് ദൈവപദ്ധതിയുടെ ഭാഗം തന്നെയാണ്. എന്നാൽ അവർ മനസ്സിലാക്കിയതുപോലെയല്ല എന്ന് ഞാൻ പറയാൻ കാരണം, അവർ പറഞ്ഞത് മറ്റ് ജനതകൾക്കുള്ളതുപോലെ ഒരു രാജാവിനെ ഞങ്ങൾക്ക് തരിക എന്നാണ്. എന്ന് പറഞ്ഞാൽ മറ്റ് ജനതകളുടെ നിയന്ത്രണം സമ്പൂർണമായും അവരുടെ രാജാവിൽ നിക്ഷിപ്തമായിരുന്നു. എന്നാൽ ഇസ്രായേലിൻ്റെ ഒരേ ഒരു രാജാവ് ദൈവം മാത്രമാണ്. ആ ദൈവത്തിൻ്റെ ഇഷ്ടം സമ്പൂർണമായി തിരിച്ചറിഞ്ഞ് ഈ ജനത്തെ പരിപാലിക്കാനുള്ള ഒരു പ്രോക്സി, ഒരു റെപ്രസെൻറ്റേറ്റീവ്, ഒരു പ്രതിപുരുഷൻ മാത്രമാണ് ദൈവം ഇസ്രായേലിനെ വിഭാവനം ചെയ്യുന്ന രാജാക്കന്മാർ. ഇതാണ് അവർ യഥാർത്ഥത്തിൽ മിസ് ചെയ്ത പോയിന്റ്. അതുകൊണ്ടാണ് രണ്ട് പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ രാജാക്കന്മാരുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കാണുന്നത്. ഒന്നാമത്തേത്, രാജാവ് എല്ലാ ദിവസവും നിയമഗ്രന്ഥം വായിക്കണം. നമ്മൾ രാജാക്കന്മാർ പിന്നീട് ജോസിയായുടെ കാലത്താണ് നിയമഗ്രന്ഥം കണ്ടെത്തുന്നത്. എന്ന് പറഞ്ഞാൽ രാജാക്കന്മാർ നിയമഗ്രന്ഥം എവിടെയാണെന്ന് പോലും അറിയാത്ത വിധം രാജാക്കന്മാർ അവരെ ഭരിച്ചപ്പോഴാണ് രാജവംശങ്ങൾ തകർക്കപ്പെട്ടത്. അപ്പോൾ ദൈവത്തിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, ദൈവം എങ്ങനെ ഭരിക്കണമെന്ന് ആഗ്രഹിക്കുന്നോ അത് മനസ്സിലാക്കി ജനത്തെ ഭരിക്കുന്ന രാജാവായിരിക്കണം ജനത്തിൻ്റെ രാജാവ്. ഈ രാജസങ്കല്പം ദൈവപദ്ധതിയിലുള്ളതാണ്. എന്നാൽ ഇസ്രായേൽ ആവശ്യപ്പെടുന്നത് അങ്ങനെ ഒരു രാജാവിനെ അല്ല, ദൈവത്തിൽ നിന്ന് ഇൻഡിപെൻഡൻ്റായ ഒരു രാജാവ്, ദൈവം ചിത്രത്തിലില്ലാത്ത ഒരു രാജസങ്കല്പം. ഇതാണ് ദൈവം പറയുന്നത്, അവരെന്നെയാണ് തിരസ്കരിച്ചിരിക്കുന്നത്. സമൂഹലിനോട് പറയുന്നത്, നിന്നെ അല്ല അവർ തിരസ്കരിച്ചത്, അവരെന്നെയാണ് തിരസ്കരിക്കുന്നത്. കാരണം ഞാൻ രാജാവാണ് എന്ന് അവർ അംഗീകരിക്കാൻ തയ്യാറല്ല. ഇപ്പം ദൈവത്തിൻ്റെ പ്രശ്നം അവരെ നയിക്കാൻ ഒരു രാജാവ് ഉണ്ടാകുന്നതല്ല, അത് ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു പ്രോബ്ലമേ അല്ല. ഈ രാജാവിനെക്കുറിച്ച് നിങ്ങൾ കാണുന്ന ചിത്രം എന്താണ്? രണ്ടാമത് ഞാൻ പറഞ്ഞത്, ദൈവം പറഞ്ഞിരുന്നു ഈ രാജാവ് ഒരിക്കലും രഥങ്ങൾ കൂട്ടരുത്, സ്വർണം സമാഹരിക്കരുത്, രാജാവിന് കൂടുതൽ ഭാര്യമാരുണ്ടാകരുത്. ഇതെല്ലാം തന്നെ അയൽ രാജ്യങ്ങളുമായുള്ള അലയൻസിന് കാരണമാകും. കാരണം രഥം വരണമെങ്കിൽ ഈജിപ്തിൽ നിന്ന് വരണം. ഭാര്യമാരെ സ്വീകരിക്കുമ്പോൾ ഇത് രാജ്യവിസ്തൃതിക്ക് വേണ്ടി അന്യരാജ്യത്തെ രാജാക്കന്മാരുടെ മക്കളെ സ്വീകരിക്കേണ്ടി വരും. അപ്പോൾ അവർ വിഗ്രഹങ്ങളിലേക്ക് തിരിയും. സ്വർണം കൂട്ടിവെക്കുന്നതും അവരുടെ സമ്പത്ത് വർദ്ധിപ്പിക്കുന്നത് സമ്പത്തിലുള്ളവരുടെ ആശ്രയം വെക്കാൻ കാരണമാകും. അപ്പോൾ എന്ന് പറഞ്ഞാൽ ദൈവം പറയുന്നത്, ഈ രാജാവ് സ്വന്തമായി തീരുമാനങ്ങളുള്ള ആളല്ല. ആ രാജാവിൻ്റെ തീരുമാനം എല്ലാം ദൈവത്തിൻ്റെ തീരുമാനമാണ്. എല്ലാ ദിവസവും ഈ രാജാവ് ദൈവത്തിന് മുമ്പിലിരിക്കണം, ദൈവം പറയുന്നത് കേൾക്കണം, നിയമഗ്രന്ഥം വായിക്കണം, അതനുസരിച്ച് ജനത്തെ ഭരിക്കണം. ഇങ്ങനെ ഒരേ ഒരു രാജാവ് ഇസ്രായേലിൽ ഉണ്ടായിരുന്നുള്ളൂ. ആ രാജാവിൻ്റെ പേര് യേശു ക്രിസ്തു എന്നാണ്. അതാണ് ഈശോ പറയുന്നത്, ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നത് എൻ്റെ ഇഷ്ടം നിറവേറ്റാനല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം നിറവേറ്റാനാണ്. യഥാർത്ഥത്തിൽ അത് ഈശോയുടെ രാജത്വ പ്രഖ്യാപനമാണ്. ആ വാചകം, ഞാനാണ് ഇസ്രായേലിൻ്റെ ദൈവം വിഭാവനം ചെയ്ത യഥാർത്ഥ രാജാവ്. അപ്പോൾ അച്ഛൻ പറഞ്ഞ നിരീക്ഷണത്തിൻ്റെ വിശദാംശങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഉത്തരവെന്ന് പറഞ്ഞാൽ, തീർച്ചയായിട്ടും രാജാക്കന്മാർ ദൈവോക്തിയുടെ ഭാഗമാണ്. പക്ഷേ നമ്മൾ കണ്ട വിധത്തിലുള്ള ഒരു രാജകീയ സങ്കല്പമല്ല ദൈവം കണ്ടത്. രാജത്വം സ്ഥാപിക്കാനായിട്ട് കർത്താവ് തീരുമാനിക്കുന്നു. ആദ്യം തിരഞ്ഞെടുക്കുന്നത് സാവൂളിനെയാണ്. ചിത്രത്തിലില്ലാത്ത ഒരു സാവൂൾ കയറി വരുന്നു. കർത്താവിൻ്റെ തിരഞ്ഞെടുപ്പ് തെറ്റിപ്പോയോ? സാവൂളിൻ്റെ ജീവിതം വെച്ച് പരിശോധിക്കുമ്പോൾ കർത്താവിന് അബദ്ധം പറ്റിയോ സാവൂളിൻ്റെ തിരഞ്ഞെടുപ്പിലൂടെ? അതായത് ദൈവം ആഗ്രഹിക്കാത്ത അല്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കാത്ത വിധത്തിലുള്ള ഒരു രാജാവിന് വേണ്ടി മുറവിളി കൂട്ടുമ്പോഴാണ് സാവൂളിനെ തിരഞ്ഞെടുക്കുന്നത്. സാമുവേൽ സാവൂളിനോട് പറയുന്നുണ്ട്, ദൈവം നിൻ്റെ രാജത്വം സ്ഥിരപ്പെടുത്തുമായിരുന്നു. ആ വാചകത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, യഥാർത്ഥത്തിൽ ഒരു പക്ഷേ സാവൂളിൻ്റെ പരമ്പരയിൽ നിന്ന് തന്നെ രാജാക്കന്മാർ വരേണ്ടതായിരുന്നു, അല്ലെങ്കിൽ ആ രാജത്വം സ്ഥിരപ്പെടുമായിരുന്നു. എന്നാൽ സാവൂള് അനുസരണക്കേട്, ദൈവത്തോടുള്ള കൃത്യമായ, ദൈവം എന്ത് വിചാരിച്ചോ കൃത്യമായ അനുസരണക്കേട് കാണിക്കുന്നതിലൂടെയാണ് അയാൾ തിരസ്കരിക്കപ്പെടുന്നത്. ഞാൻ പറയാൻ വരുന്നത്, ഈ സാവൂളിനെ തിരഞ്ഞെടുക്കുന്നതിന് ഒരു പ്രത്യേക പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലം അറിയണമെങ്കിൽ നേരത്തെ നമ്മൾ വായിച്ച് അവസാനിപ്പിച്ച ആ ന്യായാധിപന്മാരുടെ പുസ്തകത്തിലേക്ക് ഒരിക്കൽ കൂടി കടന്നു പോകണം. അവിടെ കൃത്യമായിട്ട് 4 പ്രാവശ്യം ബൈബിളിൽ പറയുന്നുണ്ട്, എന്തെന്നാൽ അവർക്ക് രാജാവില്ലായിരുന്നു, ഓരോരുത്തരും അവനവന് തോന്നിയതുപോലെയാണ് ചെയ്തിരുന്നത്. അപ്പോൾ കൃത്യമായ ഒരു നേതൃത്വത്തിൻ്റെ അഭാവം ഈ ജനത്തെ വേട്ടയാടിയിരുന്നു. ഇനി ആ ന്യായാധിപന്മാരുടെ അതേ പുസ്തകത്തിൻ്റെ അവസാനം എത്തുമ്പോൾ നമ്മൾ കാണുന്നത് 12 ഗോത്രങ്ങളിലെ ഒരു ഗോത്രം ഹാസ് ഓൾമോസ്റ്റ് ബിക്കം എക്സ്റ്റിങ്ക്റ്റ്, ഇല്ലാതാവുന്ന. അതേത് ഗോത്രമാണ്? ബെഞ്ചമിൻ ഗോത്രം. ആ ഗോത്രത്തിൽ നിന്നാണ് സാവൂളിനെ തിരഞ്ഞെടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് നാമാവശേഷമായി പോകുന്ന, നശിച്ചു പോകാൻ തുടങ്ങുന്ന ഒരു ഗോത്രത്തിൽ നിന്നാണ് ദൈവം അതായത് ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു മനോഹരമായ ഒരു ലക്ഷണം കൂടിയാണ് നമ്മൾ ഈ കാണുന്നത്. അതായത് മനുഷ്യൻ്റെ കണ്ണിൽ നോക്കുമ്പോൾ ഈ ഗോത്രം ഇനി അക്ഷരാർത്ഥത്തിൽ ഇനി നിലനിൽക്കുമോ എന്ന് പോലും സംശയമുള്ള ആ ബെഞ്ചമിൻ ഗോത്രത്തിൽ നിന്ന്, ആ ഇൻസിഗ്നിഫിക്കൻ്റായ ഗോത്രത്തിൽ നിന്നാണ് ഒരാളെ
ശരി, നിങ്ങൾ പറഞ്ഞ പ്രകാരം ഞാൻ രാജാവാക്കാം എന്ന് പറഞ്ഞ് അവനെ ദൈവം സ്ഥിരപ്പെടുത്തിയേനെ എന്നാണ് സാമൂവേലിൻ്റെ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ തെരഞ്ഞെടുപ്പ് ഒരിക്കലും ദൈവം തീർച്ചയായിട്ടും നമ്മൾ ഈ രണ്ട് വില്ലിനെ കുറിച്ച് സംസാരിക്കുമല്ലോ, അതായത് ദൈവത്തിൻ്റെ ഒന്നാമത്തെ ഹിതവും രണ്ടാമത്തെ ഹിതവും, ദൈവത്തിൻ്റെ പ്ലാൻ എയും പ്ലാൻ ബിയും. ഏറ്റവും നല്ലത് ദൈവം മനസ്സിൽ കണ്ടിരിക്കുന്നത് ഒരുപക്ഷെ സാവൂൾ ആയിരിക്കണമെന്നില്ല, തീർച്ചയായിട്ടും അത്. എന്നാൽ ഈ പ്ലാൻ ബി ആണ് സാവൂൾ. പക്ഷേ ആ പ്ലാൻ ബിയും സാമൂല് പറയുകയാണ് ദൈവം സ്ഥിരപ്പെടുത്തിയനെ നീ വിശ്വസ്തയോടെ നിന്നിരുന്നെങ്കിൽ. അപ്പോൾ യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് തെറ്റിപ്പോയി നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. ദൈവം ആ നശിച്ചു പോകാറായ ഒരു ഗോത്രത്തിൽ നിന്ന് സാവൂളിനെ തിരഞ്ഞെടുക്കുക വഴി ആ ഗോത്രത്തിനും ആ ദേശം, ആ രാജ്യം മുഴുവനും ഒരിക്കൽ കൂടി മടങ്ങി വരാനുള്ള ഒരു അവസരം കൊടുക്കുകയായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. നമ്മൾ ഇതുവരെയുള്ള ബൈബിൾ വായനയ്ക്കിടയിൽ ഒത്തിരി വ്യക്തികളെ നമ്മൾ കണ്ടു. എന്നാൽ അതിൽ ചിലരെല്ലാം നമുക്ക് വളരെ ഹൃദയബന്ധമുള്ളവരായിട്ട് തോന്നിയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ജോസഫുണ്ട്, മോശയുണ്ട്, പിന്നീട് പുതിയ നിയമത്തിലേക്ക് വന്നപ്പോഴത്തേക്ക് യോഹന്നാൻ സ്ലീഹയുണ്ട്. ഇപ്പോൾ ഒരു പുതിയ വ്യക്തി, അല്ലെങ്കിൽ നമ്മുടെ ഹൃദയവുമായിട്ട് നമ്മളെപ്പോഴും നമ്മുടെ പ്രാർത്ഥനകളിൽ ചേർത്ത് വെക്കുന്ന വ്യക്തി ദാവീദ് കടന്നു വരുന്നു. ദാവീദ് എങ്ങനെയാണ് ഈ ദൈവപദ്ധതിയിൽ ഇത്ര സവിശേഷമായ ഒരു സ്ഥാനം അലങ്കരിക്കുന്നത്? നമ്മൾ ബൈബിളിൻ്റെ വിശ്വാസ്യതയെ കുറിച്ച് പറയുമ്പോൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ആശയമാണ് ബൈബിൾ വ്യക്തികളുടെ നന്മകൾ മാത്രം അവതരിപ്പിക്കുന്ന ഒരു ഗ്രന്ഥമല്ല എന്നുള്ളത്. ദൈവം തിരഞ്ഞെടുത്ത മനുഷ്യരുടെ നല്ല പ്രകാശമുള്ള മേഖലയും ഗ്രേ ഷെയ്ഡും ഈ ബൈബിൾ ഒരുപോലെ അവതരിപ്പിക്കുന്നുണ്ട്. അങ്ങനെ നന്മയും തിന്മയും ഇടകലർന്ന ഒരു കഥാപാത്രമാണ് ദാവീദ്. ദാവീദിനോട് നമുക്ക് ഒത്തിരി നമ്മളെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട കാരണം അയാൾ നമ്മളെപ്പോലെ വളരെ ബലഹീനനായ ഒരു മനുഷ്യനായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ ആ ബലഹീനതകളെല്ലാം അതിജീവിക്കപ്പെടുന്നത് ഒരു 4-5 പ്രത്യേകതകൾ ദാവീദിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റും. ഒന്നാമത്തേത്, അയാൾ ദൈവത്തെ അന്ധമായി സ്നേഹിച്ച ഒരാളാണ്, യുക്തിയില്ലാതെ സ്നേഹിച്ച ഒരാളാണ്. 2, ദൈവ പദ്ധതികളെ ഒരിക്കൽ പോലും സംശയിക്കാത്ത ഒരാളാണ്. പ്രത്യേകിച്ച് നമ്മൾ കാണുന്നത് വേട്ടയാടപ്പെട്ട ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു നിമിഷം പോലും ദൈവമേ വൈ എന്നൊരു ചോദ്യം അയാൾ ചോദിക്കുന്നേയില്ല. അയാൾ ആ പ്രവാഹത്തിന് ഒത്തവിധം സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരാളാണ്. മിക്കവാറും തന്നെ ജീവിതത്തിൻ്റെ നല്ല ഭാഗവും മരുഭൂമിയിൽ ഈ സാവൂളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഓടി. ഒരിക്കൽ പോലും ദൈവപദ്ധതികളെ അയാൾ സംശയിച്ചില്ല. 3-മത്തേത്, അയാൾ എപ്പോഴും എല്ലാ തകർച്ചയിലും ദൈവത്തെ ആരാധിച്ചു. ദാവീദിൻ്റെ സങ്കടങ്ങളാണ് സങ്കീർത്തനങ്ങളായത്. സങ്കടങ്ങളെ അയാൾ സങ്കീർത്തനങ്ങളാക്കി, ആരാധനയാക്കി. 4-മത്തേത്, ഈ മനുഷ്യൻ ഒരിക്കൽ പോലും തൻ്റെ പാപത്തെ ന്യായീകരിച്ചിട്ടില്ല. അതായത് ഈ രാജാക്കന്മാരുടെ ചരിത്രത്തിലെ വലിയ പാപികളിൽ ഒരാളാണ് ദാവീദ്. പക്ഷേ അയാൾ ഒരിക്കൽ പോലും തൻ്റെ പാപത്തെ ജസ്റ്റിഫൈ ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്തു എന്ന് ദൈവം ഓർമ്മപ്പെടുത്തുന്ന സന്ദർഭങ്ങളിലെല്ലാം താണു വീണ് കരഞ്ഞ് എനിക്ക് തെറ്റിപ്പോയെന്ന് പറയുന്ന ദാവീദിനെയാണ് നമ്മൾ കാണുന്നത്. സാവൂളും ദാവീദും തമ്മിലുള്ള വ്യത്യാസം അവിടെയാണ്. സാവൂൾ എപ്പോഴും തന്നെ ന്യായീകരിച്ചു. ജനം വിട്ടുപോകുമെന്ന് ഞാൻ ഭയപ്പെട്ടു, അവരെന്നെ പിരിഞ്ഞു പോകുമെന്ന് ഞാൻ പേടിച്ചു, അതാണ് ഞാൻ അങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്ന സാവൂളിനെ കാണുമ്പോൾ ദാവീദ് പറയുന്നത് ദൈവമേ ഞാൻ തെറ്റ് ചെയ്തു പോയി, എനിക്ക് തെറ്റ് സംഭവിച്ചു എന്ന് പറയുന്ന ദാവീദിനെയാണ് കാണുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ വായനയിൽ ഞാൻ ഈ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ സ്പർശിച്ചത് നമുക്കൊരു ജന്മം മുഴുവനും വേണ്ട ലെസൺസ് ദാവീദിൽ മാത്രമുണ്ട്. ഈ ഓരോ എപ്പിസോഡ് നമ്മൾ വായിക്കുമ്പോഴും ഓരോ അധ്യായങ്ങളിലൂടെ പോകുമ്പോഴും ഈ മനുഷ്യൻ ജീവിതത്തെ സമീപിച്ച വിധം, അദ്ദേഹത്തിന് സംഭവിച്ച തെറ്റുകളെ മാറ്റി നിർത്തിയാൽ ഒത്തിരി ലെസൺസ് നമുക്ക് പഠിക്കാൻ പറ്റുന്ന, ഈ അച്ഛൻ പറഞ്ഞ പോലെ നമ്മൾ ഹൃദയം കൊണ്ട് ചിലപ്പോൾ സ്നേഹിച്ചു പോകുന്ന, ഇപ്പം ചില വില്ലൻ കഥാപാത്രങ്ങളോട് നമുക്ക് അടുപ്പം തോന്നുമെന്ന് പറയുന്ന പോലെയാണ് ഈ ഒത്തിരി നോക്കിയാൽ ഒത്തിരി പോരായ്മ കണ്ടെത്താനുണ്ട്. അതായത് തുടങ്ങുന്ന സമയം മുതൽ ഒടുങ്ങുന്ന സമയം വരെ അവിവേകമുണ്ട്, ഗൗരവതരമായ പാവങ്ങളുണ്ട്, ഇടർച്ചയുണ്ട്, വീഴ്ചയുണ്ട്. ഒരു കോടതി ശിക്ഷിക്കാൻ നിയമം എടുത്ത് പ്രയോഗിച്ചാൽ എല്ലാ അർത്ഥത്തിലും ജയിലിൽ കിടക്കാൻ പറ്റുന്ന ഒരാളാണ് ദാവീദ്. പക്ഷേ നൃത്തം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതിൻ്റെ കാരണം ഈ മനുഷ്യൻ, എനിക്ക് പഴയ നിയമത്തിലെ ദാവീദിന് സമാന്തരമായിട്ട് പുതിയ നിയമത്തിൽ തോന്നിയിട്ടുള്ള ഒരാളാണ് പത്രോസ്. കാറ്റഗറി ഇപ്പം അതുപോലെ പാവം ചെയ്തിട്ടില്ലെങ്കിലും ഈ അഗാധമായ ഒരു സ്നേഹമുണ്ട് ഇവർക്ക് ഗുരുവിനോട്, ഉള്ളതുപോലെ പറയുകയും ചെയ്യും. അപ്പോൾ ആ അത്രയും ഒരു സ്വാതന്ത്ര്യം ദാവീദ് ശരിക്കും നമുക്ക് ഒത്തിരി തവണ നമ്മൾ കണ്ണു നിറഞ്ഞു പോകുന്ന വായനയാണ് ദാവീദിൻ്റെ വായനകൾ. നമ്മുടെ കർത്താവുമായിട്ട് ബന്ധപ്പെടുത്തി വായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നാമം ദാവീദാണ്. ദാവീദിൻ്റെ ഗോത്രത്തിൽ നിന്ന്
ദാവീദിൻ്റെ പുത്രനായ യേശുവേ എന്നിൽ കനിയണമേ. ഇത്രമാത്രം കർത്താവുമായിട്ട് ദാവീദ് എങ്ങനെയാ, അല്ലെങ്കിൽ ദാവീദ് എങ്ങനെയാണ് കർത്താവിൻ്റെ ഒരു വിശേഷണമായിട്ട് മാറുന്നത്? എൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയ ഒരാളെ ഞാൻ തിരഞ്ഞെടുത്തിട്ടുണ്ടെന്നാണ് സാവൂളിനോട് പറയുന്നത്. അതായത് നിന്നെ ദൈവം തിരസ്കരിച്ചിരിക്കുന്നു, ദൈവം തൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയ ഒരാളെ, ആഫ്റ്റർ ഹിസ് ഹാർട്ട് എന്ന് പറയുന്നത്. എന്താണ് ദൈവത്തിൻ്റെ ഹൃദയം? ആത്യന്തികമായിട്ട് ദൈവത്തിൻ്റെ ഹൃദയം കരുണയാണ്. അതുകൊണ്ടാണല്ലോ മാർപ്പാപ്പ പറഞ്ഞ ഹിസ് നെയിം ഈസ് മെർസി. ദാവീദിനെ ദൈവത്തിന് പ്രിയപ്പെട്ടവനാക്കിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം ഈ മനുഷ്യന് തോന്നുന്ന കരുണയാണ്. ചില സന്ദർഭങ്ങളിലൊക്കെ ചിലരോട് അദ്ദേഹം ഇത്തിരി ക്രൂരതയോടെ പെരുമാറിയോ നമുക്ക് ചിലപ്പോൾ തോന്നുമെങ്കിലും കൂടുതലും, ഉദാഹരണത്തിന് ഈ ജോനാഥാൻ്റെ ഒരു മുടന്തനായ മകനുണ്ട്. അവൻ ഈ ലാസ്റ്റ് സ്റ്റേജിൽ ഈ ചെറുതായിട്ടൊന്ന് കൂറുമാറിയോ എന്ന് പോലും നമുക്ക് വായിക്കുമ്പോൾ സംശയം തോന്നുന്ന ഒരു കഥാപാത്രമാണ്. പക്ഷെ ആ മനുഷ്യനെയൊക്കെ ചേർത്ത് പിടിച്ചതും പിന്നെ കൂടെ ഒറ്റപ്പെട്ട് യാത്ര ചെയ്തപ്പോഴൊക്കെ സംരക്ഷിച്ചവരെ ഒന്നും മറക്കാതിരിക്കുന്നതും, ഒത്തിരി കാര്യങ്ങൾ ദാവീദ് ഒരു മനുഷ്യരോട് കരുണ കാണിച്ച ഒരാളാണ്. അപ്പോൾ ആ കരുണ ദൈവത്തിൻ്റെ ഹൃദയത്തിന് പ്രിയപ്പെട്ട ഒരാളാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, സ്നേഹം, അഗാധമായൊരു സ്നേഹം ദൈവത്തോട് ഈ മനുഷ്യനുണ്ട്. അതാണ് അച്ഛൻ പറഞ്ഞ പോലെ ഈ നഗ്നനായി നൃത്തമാടാനൊക്കെ അതിനെക്കുറിച്ചൊന്നും അദ്ദേഹം ലജ്ജിക്കുന്നേയില്ല. ഈ രാജാവായിരുന്നിട്ട് പോലും ദൈവത്തെ സ്തുതിക്കാൻ നാണക്കേട് ഏറ്റുവാങ്ങുന്നതിനൊന്നും ഒരു മടിയില്ലാതിരുന്ന കഥാപാത്രമാണ്. ദാവീദിൻ്റെ പുത്രൻ എന്ന് പറയുമ്പോൾ നമുക്കുള്ള ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ഈ വീണുപോയവൻ്റെ പുത്രൻ, തോറ്റുപോയവൻ്റെ, പാപം ചെയ്തവൻ്റെ, ഇടറിപ്പോയവൻ്റെ പുത്രൻ. ദാവീദിൻ്റെ പുത്ര എന്ന് വിളിക്കുമ്പോൾ നമുക്കറിയാം പെർഫെക്റ്റായ ഒരാളുടെ പുത്ര എന്നല്ലല്ലോ അതിൻ്റെ ഒരു ധ്വനി. ഒത്തിരി കാര്യങ്ങളിൽ പോരായ്മ വന്ന ഒരാളുടെ പുത്ര എന്ന് പറയുമ്പോൾ ആ പുത്രനോട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പോരായ്മകളുള്ളവരെ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അതിനപ്പുറത്ത് ഏറ്റവും കൂടുതൽ ദാവീദ് തൻ്റെ ഹൃദയത്തിൽ ഒരു ഇഷ്ടമുള്ള ബിംബമായി സ്വീകരിച്ച ആൾ മെൽക്കിസദേക്കാണ്. അതിനൊത്തിരി കാരണങ്ങളുണ്ട്. ഒന്ന്, ദാവീദാണ് ജെറുസലേം പിടിച്ചടക്കുന്നത്. ഈ സാലേമിൻ്റെ രാജാവായിരുന്നു മെൽക്കിസദേക്ക്. അപ്പോൾ ഈ ജെറുസലേമിൻ്റെ നഗരവീഥികളിലൂടെ നടന്നു പോകുമ്പോഴെല്ലാം ഒരു കാലത്ത് ഈ സാലേം രാജാവായിരുന്ന മെൽക്കിസദേക്ക് എവിടേക്കോ നിൽക്കുന്നത് ദാവീദ് അയാളുടെ അകക്കണ്ണിൽ കണ്ടിട്ടുണ്ട്. ഈ ദാവീദ് എപ്പോഴും തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ഉപയോഗിച്ച ഒരു കഥാപാത്രമാണ് മെൽക്കിസദേക്ക്. കാരണം നമ്മൾ കാണുന്നുണ്ട് ഈ രാജാക്കന്മാർക്ക് യഥാർത്ഥത്തിൽ പുരോഹിത ശുശ്രൂഷ ചെയ്യാൻ അവകാശമില്ല. ഉസിയായൊക്കെ അങ്ങനെ പോകുമ്പോൾ കുഷ്ഠരോഗിയായി മാറുന്നുണ്ട്. പക്ഷേ ഈ ദാവീദ് പുരോഹിത ശുശ്രൂഷ ചെയ്ത ആളാണ്. സോളമനും ചെയ്തു. നമുക്ക് അത്ഭുതം തോന്നും ദൈവം എന്താണ് പ്രതികരിക്കാത്തതെന്ന്. പ്രതികരിക്കാത്തതിൻ്റെ കാരണം ദാവീദ് തന്നെ കണ്ടത് മെൽക്കിസദേക്കിൻ്റെ സ്ഥാനത്താണ്, രാജാവും പുരോഹിതനും. അപ്പോൾ ഈ സെൽഫ് ഐഡൻറ്റിഫിക്കേഷൻ മെൽക്കിസദേക്കുമായിട്ട് അദ്ദേഹം നടത്തിയിട്ടുണ്ട്. മെൽക്കിസദേക്ക് യഥാർത്ഥത്തിൽ യേശുവാണ്, അല്ലെങ്കിൽ യേശുവിൻ്റെ നിഴലാണ്. അപ്പോൾ വരാൻ പോകുന്ന ദൈവപുത്രനെ ഉള്ളിൽ ആവാഹിച്ച് നടന്ന ആളാണ് ദാവീദ്. യേശുവിൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ പാരലല് ദാവീദിൽ കണ്ടെത്താൻ പറ്റും. ഈ കെദ്രോൻ തോട് കടന്ന് ഗത്സമൻ തോട്ടത്തിലേക്ക് കരഞ്ഞുകൊണ്ട് പോകുന്ന യേശു ദാവീദ് പോയ അതേ വഴിയിലൂടെയാണ് പോകുന്നത്. മാത്രമല്ല ദാവീദിൻ്റെ സങ്കീർത്തനങ്ങളെ മുഴുവൻ ദാവീദിൻ്റെ അലച്ചിലുകൾ, ഇപ്പോൾ എൻ്റെ അസ്ഥികൾ തകർക്കപ്പെടില്ല, പിന്നെ പാതാളത്തിൽ ഉപേക്ഷിക്കില്ല, അവിടുത്തെ പരിശുദ്ധൻ അഴിഞ്ഞു പോകാൻ അനുവദിക്കില്ല എന്നൊക്കെ 22-ാം സങ്കീർത്തനം എല്ലാം 118 എല്ലാം യഥാർത്ഥത്തിൽ ഈ ക്രിസ്തുവിനെ അകക്കണ്ണാൽ കണ്ടാൽ എന്നവണ്ണം ജീവിച്ച ആളാണ് ദാവീദ്. നമുക്ക് അതുകൊണ്ട് എന്തൊക്കെയോ വലിയ ഒരു ആത്മബന്ധം യേശുവിനോട്, യേശു എന്നൊന്നും അറിയില്ലെങ്കിലും മിശിഹാന്നൊന്നും അറിയില്ലെങ്കിലും ഈ തൻ്റെ പുത്രൻ ആകാൻ പോകുന്ന ഈ ആളോട് അഗാധമായൊരു സ്നേഹം ദാവീദ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. ദാവീദിന്റെ ഗോത്രം, അതിൻ്റെ പ്രാധാന്യം എന്തോ? ദാവീദിന്റെ ഗോത്രത്തിൽ കർത്താവ്, അതായത് അത് യൂദാ ഗോത്രമാണല്ലോ. അതെ, യൂദാ ഗോത്രം. അപ്പോൾ യൂദാ ഗോത്രം യഥാർത്ഥത്തിൽ നമ്മൾ ഒരു എപ്പിസോഡിൽ പറഞ്ഞിരുന്നല്ലോ, ഏറ്റവും മോശപ്പെട്ട അധ്യായം ബൈബിളിലുള്ളത് യൂദാ ഗോത്രത്തെക്കുറിച്ചാണ്. ഞാൻ ഉൽപ്പത്തി പുസ്തകം പഠിപ്പിച്ച സമയത്ത് സ്കിപ്പ് ചെയ്ത് വിട്ട ചാപ്റ്ററാണത്. അതായത് അതിനകത്തുനിന്ന് എന്ത് പഠിപ്പിക്കാനാണെന്ന് ഓർത്ത് പിന്നീട് ഈ വായനയ്ക്ക് വേണ്ടി കൂടുതൽ ആഴത്തിൽ പരിശോധിച്ചപ്പോഴാണ് മനസ്സിലായത് യഥാർത്ഥത്തിൽ അനുദപിക്കാൻ ഒരവസരം കിട്ടിയപ്പോൾ അത് മുതലെടുത്ത് അനുദപിച്ച് ഈ ഫ്രണ്ടിലേക്ക് കയറി നിന്ന ആളാണ് യൂദാ. ആ യൂദാ ഗോത്രത്തിലെ ആളാണ് ദാവീദ്. അപ്പോൾ ദാവീദ് ദൈവോത്തരനുമായിട്ട് കണക്റ്റഡ് ആവുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ദാവീദുമായി ദൈവം ചെയ്ത ഉടമ്പടിയാണ്. നമ്മൾ 7-ാം അധ്യായത്തിൽ വായിക്കുന്ന ഉടമ്പടിയാണ് ദാവീദ്, അതായത് നിന്റെ സിംഹാസനത്തിൽ നിന്ന് ഒരാൾ അറ്റുപോവുകയില്ല എന്നുള്ള. അപ്പോൾ അതാണ് ദാവീദിൻ്റെ ഗോത്രവും അതുപോലെ യൂദാ ഗോത്രം, ദാവീദിൻ്റെ വംശം എന്നൊക്കെ പറയുന്നതിൻ്റെ പൊരുൾ. ഇത്രയും പ്രിയപ്പെട്ടവനായ ദാവീദിനെ എന്താ ദൈവം ദേവാലയം പണിയാൻ സമ്മതിക്കാഞ്ഞത്? ഒരു കാര്യം ദൈവം അതിനകത്ത് എടുത്തു പറയുന്നത് നിൻ്റെ കയ്യിൽ ഒരുപാട് നിരപരാധികളുടെ രക്തമുണ്ട് എന്നാണ്. പിന്നെ പഴയ നിയമം എപ്പോഴും നിഴലും പുതിയ നിയമം പൊരുളുമാണല്ലോ.
യഥാർത്ഥത്തിൽ ദാവീദിൻ്റെ പുത്രനായ സോളമനാണ് പഴയ നിയമത്തിൽ ദേവാലയം പണിയുന്നത്. ദാവീദിൻ്റെ പുത്രനായ ഈശോയാണ് പുതിയ നിയമത്തിൽ ദേവാലയമായിട്ട് മാറുന്നത്. അപ്പോൾ ഈ നിഴലും പൊരുളും തമ്മിലുള്ള കണക്ഷൻ ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ മാത്രമുള്ളതാണല്ലോ. അപ്പോൾ ദാവീദിൻ്റെ പുത്രൻ ദേവാലയം പണിയുന്നു അല്ലെങ്കിൽ സഭ പണിയുന്നു എന്നുള്ള ഒരു അർത്ഥത്തിലേക്ക് ജനതയെ എത്തിക്കുന്നതിന് ദൈവം ഒരുപക്ഷെ ദാവീദിനെ കൊണ്ട് ദേവാലയം നിർമ്മിക്കാത്തതാവും. പറയുന്ന കാരണം ബൈബിളിൽ ഇതാണ്: നിന്റെ കയ്യിൽ രക്തപാതക കുറ്റമുണ്ട്, അതുകൊണ്ട് നീ ദേവാലയം പണിയണ്ട എന്നാണ്. വീണ്ടും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, പലപ്പോഴും നമ്മൾ ഈ രക്ഷാകര പദ്ധതി അച്ഛൻ പഠിപ്പിച്ചതാണ്. അതിൽ ഭൂരിഭാഗം കടന്നു വരുന്നവരെല്ലാം വഴിതെറ്റിപ്പോയവരാണ്. വീണ്ടും ഒരു വഴിതെറ്റിയവൻ വരാൻ പോവുകയാണ്. അതായത് ബത്ശബയുടെ മകനെയാണ്, സോളമനെയാണ് അടുത്ത ആളായിട്ട് നിശ്ചയിക്കുന്നത്. അപ്പോൾ ഈ നേരെ ചൊവ്വേ ജീവിക്കുന്നവർക്കൊന്നും ഇവിടെ വലിയ സ്ഥാനമില്ലേ? അതായത് ഈ പ്രതീക്ഷയുടെ ഒരു ഗ്രന്ഥം, ഈ പ്രത്യാശ തരുന്ന ഒരു ഗ്രന്ഥം നമ്മളെപ്പോഴും ഇങ്ങനെ കാണുന്നതുണ്ടല്ലോ. അതായത് ചില ആളുകളെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയില്ലേ, അവർ കൂടെ നിൽക്കുന്നവരെ ബൈപ്പാസ് ചെയ്യുകയും അകന്നു പോകുന്നവരുടെ പുറകെ പോവുകയും ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു നിലപാടുണ്ടല്ലോ. എന്നുവെച്ചാൽ ഈ കൂടെ നിൽക്കുന്നവൻ എന്നും കൂടെ കാണുമെന്ന ഉറപ്പാണത്. വഴിതെറ്റിയവരെ അന്വേഷിച്ച് പോകുന്നതിനുള്ള ഒരു യുക്തി. കൂടെ നിൽക്കുന്നവർ ഈ മൂത്തപുത്രനോട് പറയുമല്ലോ, നീ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടല്ലോ, എനിക്കുള്ളതെല്ലാം നിൻ്റേതാണല്ലോ എന്ന് പറയുമല്ലോ. ഒരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ള അതാണ്. രണ്ടാമത്തെ കാര്യം, ഈ പറയുന്ന പോലെ ഭൂമിയിൽ പിറക്കുന്ന ഭൂരിപക്ഷം മനുഷ്യരും നന്മയുടെ തികവുള്ളവരല്ല, പാപികളാണ്. പാപികൾക്ക് പ്രതീക്ഷ നൽകുന്നൊരു ഗ്രന്ഥമാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് മുഖ്യ കഥാപാത്രമായിട്ട് മാറുന്നതെല്ലാം പാപികളാണ്, മാനസാന്തരപ്പെട്ട പാപികളാണ്. അതെനിക്ക് തോന്നുന്നു എല്ലാ കാലത്തെയും ഈ വീണു പോകുന്ന മനുഷ്യരെ ദൈവം പ്രതീക്ഷ കൊടുത്ത് വീണ്ടെടുക്കാനുള്ള ദൈവസ്നേഹത്തിൻ്റെ ഒരു ഭാഗമാവണം. പിന്നെ ഇങ്ങനെ പറയുമല്ലോ, there are no mistakes but only experiences എന്ന്. ഈ പാപമില്ല, പാഠമേ ഉള്ളൂ എന്ന്. അനുദപിച്ച് ഏറ്റു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പാപമില്ല, പിന്നെ എല്ലാം പാഠമാണ്. തോറ്റു മടങ്ങി വരുന്നവൻ്റെ കരുത്ത് എപ്പോഴും ജയിച്ച് നിൽക്കുന്നവനുണ്ടാവണമെന്നില്ല. അപ്പോൾ ജീവിതത്തെ കുറെ കൂടി ആർദ്രമായിട്ട് കാണാൻ പറ്റുന്നതും മനുഷ്യരെ കുറെ കൂടി നന്മയോടെ കാണാൻ പറ്റുന്നതൊക്കെ ഈ വീണവർക്കേ ഉള്ളൂ. വീണ് തിരിച്ചു വരുന്നവൻ്റെ ശക്തി ഒരിക്കലും വീഴാൻ നിൽക്കുന്നവനില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമ്മൾ ജീവിതത്തിൽ നിന്ന് തിരിച്ചറിയുന്നൊരു പാഠവും. അപ്പോൾ അതുകൊണ്ട് തന്നെ വീണവരുടെ പ്രതീക്ഷയാണ് ഈ ഗ്രന്ഥം. സോളമൻ്റെ ജ്ഞാനം അതാണല്ലോ വളരെ പ്രധാനപ്പെട്ടത്. ആ ജ്ഞാനം സോളമന് കിട്ടിയത് പൂർണ്ണമായും ഒരു കൃപയുടെ ഭാഗമാണോ, അതോ സോളമൻ അതുപോലെ ഒരു പരിശീലനമോ വിദ്യാഭ്യാസമോ ഒക്കെ കിട്ടിയ ആളാണോ? ബൈബിൾ പറയുന്നത് സോളമൻ ചോദിച്ചു എന്നാണ്. സോളമനും പറയുന്ന അതാണ്. നമുക്കറിയാലോ, ഈ ദൈവം പ്രത്യക്ഷപ്പെടുമ്പോൾ അവൻ ചോദിച്ചു, എനിക്ക് ജ്ഞാനം തരണം. ചോദിച്ചു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മൾ പ്രാർത്ഥനയെക്കുറിച്ച് പറയുമ്പോൾ സാധാരണ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, ഒരാൾ ഒരു കാര്യം പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരാളൊരു കാര്യം ജീവിതത്തിൻ്റെ സകല അംശങ്ങളും ഉപയോഗിച്ച് ആഗ്രഹിക്കുക എന്നുള്ള. വെർബലി ഒരാൾ പറഞ്ഞില്ലേ എന്നുള്ളതല്ല. പ്രെയർ എന്ന് പറഞ്ഞാൽ യുവർ ഇൻറ്റൻസ് ഡിസയർ എന്നതിൻ്റെ അർത്ഥം. ഒരാളൊരു കാര്യത്തിന് വേണ്ടി അത്രയും ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് പ്രാർത്ഥന. പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അവൻ അത്രയും ആഗ്രഹിച്ചു എന്നുള്ളതാണ്. ജ്ഞാനത്തിൻ്റെ എപ്പോഴത്തെയും ഒരു കൈവഴി ആഗ്രഹമാണ്, ജ്ഞാനിയാവാനുള്ള ആഗ്രഹം. അപ്പോൾ അതുകൊണ്ട് സോളമൻ പറയുന്നു, ഞാനും ഏത് സാധാരണ മനുഷ്യനെയും പോലെ പിറന്ന ഒരാളാണ്. ഞാൻ ചോദിച്ചു, എനിക്ക് ജ്ഞാനം ലഭിച്ചു. ഞാൻ പ്രാർത്ഥിച്ചു, ജ്ഞാന ചൈതന്യം എനിക്ക് ലഭിച്ചു. അപ്പോൾ എനിക്ക് തോന്നുന്നു പരിശീലനത്തെക്കാളും തീർച്ചയായിട്ടും അതൊക്കെ സോളമൻ ഉണ്ടായി. പക്ഷേ ഇതെല്ലാം ഒരു ദൈവികമായ ഈ ചോദിച്ചു വാങ്ങിയ കൃപയാണ്. അത് നമുക്കല്ല. അതുകൊണ്ടാണല്ലോ യാക്കോബ് ശ്ലീഹ പറയുന്നത്, നിങ്ങൾ ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കട്ടെ. ചോദിച്ചു വാങ്ങിയതാവണം. ദേവാലയ നിർമ്മാണം സോളമൻ്റെ ഏറ്റവും വലിയ ക്രെഡിറ്റാണ്. എന്തിനാ ഇത്രയും വലിയൊരു ദേവാലയം കർത്താവ് പണിയാൻ പറയുന്നത്? ഇങ്ങനെ ഓരോ ചെറിയ കാര്യങ്ങളും പറഞ്ഞ് ഇത്ര ആഡംബരങ്ങളൊക്കെ ഉള്ളൊരു ദേവാലയം എന്തിനാ കർത്താവിനെ കണ്ടൊരു ദേവാലയത്തിന് ആവശ്യമുണ്ട്? ദൈവം കരങ്ങളാൽ നിർമ്മിതമായ ആലയങ്ങളിൽ വസിക്കുന്നില്ല എന്ന് ദേവാലയ പ്രതിഷ്ഠയുടെ സമയത്ത് തന്നെ സോളമൻ നടത്തുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അങ്ങയ്ക്ക് ഇതിൻ്റെ ആവശ്യമില്ല. സ്വർഗാദി സ്വർഗങ്ങൾ മതിയാകാതിരിക്കുന്ന അങ്ങയ്ക്ക് ഈ ഞാൻ നിർമ്മിച്ച ഈ ആലയം ആവശ്യമില്ല. പക്ഷേ ദൈവം ദേവാലയത്തെ സംബന്ധിക്കുന്ന നിർദ്ദേശം, അതിന് സമാഗമ കൂടാരമാവട്ടെ ദേവാലയമാവട്ടെ, ദൈവം ഇൻസിസ്റ്റ് ചെയ്തതിൻ്റെ കാരണം ഈ ജനത്തിൻ്റെ ജീവിതധർമ്മവുമായി ബന്ധപ്പെട്ടാണ്. അല്ലെങ്കിൽ വാട്ട് ഈസ് യുവർ ഐഡൻറ്റിറ്റി? യുവർ ഐഡൻറ്റിറ്റി ഈസ് ദാറ്റ് ഓഫ് എ വർഷിപ്പർ. ഈ ജനത്തെ വിളിക്കുന്ന പേര് പുരോഹിത ജനം എന്നാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനത ആരാധക സമൂഹമാണ്. അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആരാധനയാണ്. അതിൻ്റെ ഓർമ്മയാണ് ദേവാലയം. ടെമ്പിൾ ഓഫ് ജെറുസലേം അല്ലെങ്കിൽ ടെമ്പിൾ ഓഫ് സോളമൻ ചരിത്രത്തിൽ യഹൂദൻ്റെ പ്രൈഡായിരുന്നു.
എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഓരോ രാജ്യത്തെയും കാണിക്കുമ്പോൾ ഇപ്പോൾ തിരുവനന്തപുരം കാണിച്ചാൽ ഈ പാളയം പള്ളിയും ഒക്കെ കാണിക്കുന്ന പോലെ അതെ, ഈ ഐഡന്റിറ്റി മാർക്കായിരുന്നു, ഐക്കണായിരുന്നു ദേവാലയം. എന്ന് പറഞ്ഞാൽ ഈ ജനതയെ കാണിക്കുമ്പോൾ ദേവാലയമാണ് കാണിക്കുന്നത്. വൈ? ഈ ജനതയെന്ന് പറഞ്ഞാൽ ആരാധിക്കാനുള്ളൊരു ജനതയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ദേവാലയത്തെ സംബന്ധിക്കുന്ന ഇത്രയും വലിയ ഒരു നിർദ്ദേശം ദൈവം നൽകിയതിൻ്റെ കാരണം ഈ ജനതയ്ക്ക് അവരുടെ ധർമ്മം, എന്തിനു വേണ്ടി ഈ ജനത വിളിക്കപ്പെട്ടു എന്ന ധർമ്മം മറന്നു പോകാതിരിക്കാൻ ആവണം. ദൈവജനം എന്നുള്ള ഒരു അതെ അർത്ഥത്തിലായിരിക്കും. അതെ. പിന്നെ പുതിയ നിയമത്തിൽ അതിൻ്റെ പൂർത്തീകരണങ്ങൾ ദൂരവ്യാപകമായ വിധത്തിൽ, എന്ന് പറഞ്ഞാൽ ഇംപ്ലിക്കേഷൻസ് ഒത്തിരിയല്ലേ. ഈശോ തന്നെ, അതായത് ഈ കൺസ്ട്രക്ഷൻ വാസ് സിംബലൈസിങ് ജീസസ്. ദൈവപുത്രൻ്റെ സ്ഥാനത്താണ് പഴയ നിയമത്തിലെ പള്ളി നിൽക്കുന്നത്. അപ്പോൾ അതിന് ദൈവത്തോളം വിലയുണ്ട്. അപ്പോൾ ഈ പുതിയ നിയമത്തിലേക്ക് അതിൻ്റെ ഇംപ്ലിക്കേഷൻസ് ഒത്തിരി ഒരുപാടുണ്ടല്ലോ. സോളമനെ തുടർന്ന് ഈ ദൈവജനം രണ്ടായി പിളരുകയാണ്. രാജവംശം രണ്ടായിട്ട് മാറുകയാണ്. ഒന്ന് ഇസ്രായേലായിട്ടും യൂദയായിട്ടും. ഈ ഒരു പിളർപ്പ് എന്താ, ശാപം പോലെ ഇതിങ്ങനെ തുടരുകയാണ്, ഈ ഒരു ഭിന്നത എന്താണ് അതിൻ്റെ? അതായത് ഈ നമ്മൾ വായിക്കുന്നുണ്ടത് നിയമാവർത്തന പുസ്തകത്തിൻ്റെ 17-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു. ഈ മോശ അവർക്ക് നൽകുന്ന നിർദ്ദേശങ്ങൾ കൊടുക്കുമ്പോൾ പറയുന്നുണ്ട്, നിങ്ങൾക്ക് രാജാക്കന്മാരുണ്ടാകുമ്പോൾ രാജാവ് സ്വർണം വെള്ളി സമാഹരിക്കരുത്, രാജാവ് അനേകം ഭാര്യമാരെ സ്വീകരിക്കരുത്, രാജാവ് രഥങ്ങളെയും കുതിരകളെയും സമാഹരിക്കരുത്. ഈ സോളമൻ്റെ അന്ത്യത്തിലേക്ക് എത്തുമ്പോൾ ഇത് മുഴുവൻ അദ്ദേഹം നേരിട്ട് വയലേറ്റ് ചെയ്തു. 666 അന്തിക്രിസ്തുവിൻ്റെ നമ്പറാണ്. 666 സ്വർണ്ണശേഖരത്തെക്കുറിച്ചാണ് പറയുന്നത്. പിന്നെ രഥങ്ങൾ 1000കണക്കിന്, പിന്നെ ഭാര്യമാരും 1000 ഭാര്യമാർ. അപ്പോൾ ഒരു രാജാവ് എങ്ങനെ ആവണമെന്ന് ദൈവം പറഞ്ഞോ ആ മുഴുവൻ നിയമങ്ങളും തെറ്റിച്ച ആളാണ് സോളമൻ. നന്നായിട്ട് ആരംഭിച്ച് മോശമായിട്ട് അവസാനിപ്പിച്ച ഒരാളാണ് സോളമൻ. ഏറ്റവും ശ്രദ്ധേയമായൊരു കാര്യം, ഈ ഹെബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ പൂർവികരുടെ വിശ്വാസത്തിൻ്റെ നിര ലിസ്റ്റ് പറയുമ്പോൾ അതിനകത്ത് സോളമനില്ല. ഓൾമോസ്റ്റ് ഫൊർഗോട്ടൺ ഇൻ ദ സാൽവേഷൻ ഹിസ്റ്ററി. അപ്പോൾ അങ്ങനെ ദാവീദിൻ്റെ ഈ മകൻ എല്ലാം നശിപ്പിച്ചെടുത്താണ് രാജ്യം വിഭജിക്കുന്നത്. അപ്പോൾ അതാണ് ഒരു പ്രധാനപ്പെട്ട കാരണം. പിന്നെ ഇദ്ദേഹം അടിമത്വത്തിൻ്റെ മണ്ണിൽ നിന്ന് പുറപ്പെട്ടു വന്ന ഈ ജനത, ആ ജനതയുടെ രാജാവ് അടിമവേലയ്ക്ക് ലീഡറായിട്ട് വെച്ച ആളാണ് ജെറോബോവാം. ജോസഫിൻ്റെ ആ ഭവനത്തിൻ്റെ മേൽനോട്ടക്കാരനായിട്ട്, എന്ന് പറഞ്ഞാൽ അവരെ കൊണ്ട് തന്നെ അടിമവേല ചെയ്യിക്കുന്ന ഒരു ടൈറൻ്റായിട്ട് സോളമൻ മാറി. അപ്പോൾ എല്ലാ അർത്ഥത്തിലും ദൈവത്തിൻ്റെ പദ്ധതികളെ ഈ മനുഷ്യൻ അംഗീകരിക്കാത്തത് കൊണ്ടാണ് അത് നമ്മൾ കാണുന്നുണ്ടല്ലോ. മറ്റ് വടക്കൻ ഗോത്രങ്ങളെ ഒത്തിരി ടാക്സ് ചെയ്തു. കൊട്ടാരം പണിയാൻ വേണ്ടിയാണത്, ദേവാലയം പണിയാൻ വേണ്ടിയല്ല, തൻ്റെ കൊട്ടാരം പണിയാൻ വേണ്ടിയാണ്. അങ്ങനെയൊക്കെ ദൈവിക നിയമങ്ങളെ, ദൈവിക പദ്ധതികളെ പൂർണ്ണമായിട്ടും തിരസ്കരിച്ച സ്ഥലത്താണ് ജനത രണ്ടായിട്ട് മാറുന്നത്. അതിനി അടുത്ത എപ്പിസോഡിലേക്ക് പോകുമ്പോൾ അത് ഏറ്റവും വേദനാജനകമായൊരു ചരിത്രത്തിലേക്കുള്ള ആരംഭം സോളമൻ്റെ കാലഘട്ടത്തിലാണ് നടക്കുന്നത്. രാജാക്കന്മാരിൽ നിന്ന് നമ്മുടെ തുടർച്ച പ്രവാചകന്മാരിലേക്കാണ്. അതായത് പ്രത്യേകിച്ച് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ നമുക്ക് ഹൃദയബന്ധമുള്ള ഒരു വ്യക്തിത്വമാണ് ഏലിയ പ്രവാചകൻ. ഏലിയ പ്രവാചകൻ യോഹന്നാൻ സ്നാപകൻ്റെ മുന്നോടിയാണ് എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഏലിയ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയാണ്. ഒരു മനുഷ്യൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുത്തവണ്ണം ഉള്ളൊരു പ്രാധാന്യം എന്താണ് ഏലിയായിക്ക് സ്വർഗം കൊടുത്തിരിക്കുന്ന ഇത്ര പ്രസക്തി? ഏലിയ യഥാർത്ഥത്തിൽ വളരെ 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 നശിച്ച് എല്ലാ അർത്ഥത്തിലും വഴിതെറ്റിപ്പോയി ഇസ്രായേലിൻ്റെ മുമ്പിലെ ദൈവം വെച്ച് നീട്ടിയ അവസാന പ്രതീക്ഷയായിരുന്നു ഏലിയായും ഏലീഷായും. ഏലിയ യഥാർത്ഥത്തിൽ പ്രതിനിധാനം ചെയ്യുന്നത് ഭൂരിപക്ഷം മുഴുവൻ തിന്മയിലേക്ക് പോകുമ്പോഴും ദൈവത്തോട് ചേർന്ന്, അതാണ് ഞാൻ തന്നെയായി പോയി വേറെ ആരുമില്ല എന്നൊക്കെ വിലപിക്കുന്നു. ആ വിശ്വാസ തകർച്ചയുടെ കാലത്ത് വിശ്വാസം കാത്തതിൻ്റെ ഒരു പ്രതിഫലമാണ് ഏലിയായ്ക്ക് ലഭിക്കുന്നത്. ഇപ്പം നമ്മൾ പറയാറില്ലേ, കൊച്ചു തെരേസ്യായിക്ക് വിശുദ്ധയാവുന്നതിനേക്കാളും ബുദ്ധിമുട്ടാണ് ഇന്നത്തെ കാലത്ത് നമുക്ക് വിശുദ്ധരാവാൻ. കാരണം കൊച്ചു തെരേസ്യയ്ക്ക് ഇത്രയും ടെംപ്ടേഷൻ്റെ സാധ്യതകളില്ലായിരുന്നു. മനസ്സിലായില്ല എന്ന് പറഞ്ഞ പോലെയാണ്. അതായത് കൊച്ചു തെരേസ്യയുടെ മുമ്പിൽ സിനിമ പോസ്റ്ററുകളില്ല, സൈബർ ലോകമില്ല, പോർണോഗ്രഫി ഇല്ല, മൊബൈലില്ല, ഫേസ്ബുക്കില്ല, ടെലിവിഷനില്ല. അപ്പോൾ കൊച്ചു തെരേസ്യയ്ക്ക് കുറെ കൂടെ എളുപ്പമായിരുന്നു ഇന്നത്തെ കാലത്ത് വിശുദ്ധരാവുന്നത്. അതിനേക്കാൾ അപ്പോൾ കൊച്ചു തെരേസ്യയേക്കാൾ വിശുദ്ധയായതിനേക്കാൾ വാല്യൂ ഉണ്ടെന്ന് പറയത്തില്ല എന്ന് പറഞ്ഞ പോലെയാണ്. അന്നത്തെ കാലത്ത് ഒരു തരത്തിലും പ്രത്യേകിച്ച് രാജ്യം ഇസ്രായേലാണ്, ഈ വിഭജിക്കപ്പെട്ടു പോയൊരു രാജ്യമാണ്. അപ്പോൾ ആ രാജ്യത്ത് നിന്നുകൊണ്ട് വിശ്വാസത്തിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ പ്രയാസമായിരുന്നൊരു കാര്യം. നമ്മൾ കൂടുതലും എനിക്ക് തോന്നുന്നു അടുത്ത ഒരു ടൈം പീരീഡിൽ ഇത് ഈ ഏലിയയെക്കുറിച്ച് കൂടുതൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഒരു കാര്യം കൂടെ നമ്മൾ വിട്ടുപോകുന്നതിന് മുമ്പ് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ ദിനവൃത്താന്ത പുസ്തകം കൂടി ചർച്ച ചെയ്യുന്നുണ്ട്. ദിനവൃത്താന്തം അതിൻ്റെ പേര് പോലെ അതിങ്ങനെ ദിവസേന എഴുതി വെച്ച കഥയാണോ അതോ
കാരണം ഇതൊരു ആവർത്തനമാണ്. അതായത് നമ്മൾ കണ്ട കാര്യങ്ങളാണ് ഇനി കാണാൻ പോകുന്നത്. ഇതിനെ അങ്ങനെ ഒരു പേരിട്ട് വിളിച്ച് അങ്ങനെ ഒരു സമയത്തിൻ്റെ ക്രമമനുസരിച്ച് അങ്ങനെ എഴുതി വച്ചിരിക്കുന്നതിൻ്റെ ഒരു സാധ്യതയുണ്ട്. അതായത് ഇതൊരു റെക്കോർഡഡ് ഹിസ്റ്ററിയാണ്. പ്രത്യേകിച്ച് നമ്മൾ രാജാക്കന്മാരുടെ പുസ്തകം വായിക്കുന്ന ഏത് വായനക്കാരനും സ്വാഭാവികമായിട്ടും ഈ ദിനവൃത്താന്തം എത്തുമ്പോൾ മടുക്കും. കാരണം സെയിം സ്റ്റോറി ഇനി നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ ഒരു വലിയ രസം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഇന്നലെ വായിച്ചതായിരിക്കും ഇന്ന് നമ്മൾ ദിനവൃത്താന്ത പുസ്തകത്തിൽ നമ്മുടെ റീഡിംഗ് പ്ലാനിൽ വായിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഇന്നലെ വായിച്ചതാണല്ലോ, ഇനി ഇതിന്ന് വായിക്കേണ്ട കാര്യമുണ്ടോ എന്ന് നമുക്ക് തോന്നും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദിനവൃത്താന്ത പുസ്തകം യൂദാ രാജാക്കന്മാരെ മാത്രം ഫോക്കസ് ചെയ്ത പുസ്തകമാണ്. മാത്രമല്ല രാജാക്കന്മാരുടെ തിന്മകളെ അതധികം ഹൈലൈറ്റ് ചെയ്യുന്നില്ല, നന്മകൾ മാത്രമാണ് ഹൈലൈറ്റ്. അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ ഈ യൂദാ രാജ പരമ്പര ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമാണെന്നും ഈ പരമ്പരയിൽ നിന്നാണ് ഇനി ദൈവം അവിടുത്തെ പ്രവൃത്തി ചെയ്യാൻ പോകുന്നതെന്നുമുള്ള ഒരു വിശ്വാസ പ്രഖ്യാപനമാണ് ദിനവൃത്താന്ത പുസ്തകം. ഇത് പ്രവാസത്തിന് ശേഷമാണ് എഴുതപ്പെട്ടത്. പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്ന ജനത ആ രാജപരമ്പരയിലൂടെ ദൈവം പൂർത്തിയാക്കാൻ ആഗ്രഹിച്ച കാര്യങ്ങളെ ഒരിക്കൽ കൂടി കാണാൻ ശ്രമിക്കുന്നതാണ്. ബൈബിളിലെ ഏത് കാര്യവും, ഞാനത് ഓരോ എപ്പിസോഡും വായിക്കുമ്പോൾ പിന്നീട് പറയുന്നുണ്ട്, ബൈബിളിലെ ഏത് ഭാഗവും റെപ്പറ്റീഷൻ വന്നാൽ അതിന് ദൈവപദ്ധതിയിൽ നമ്മൾ കാണാത്ത എന്തോ ഒന്ന് അടുത്ത എപ്പിസോഡിൽ ദൈവം പറയും എന്നുള്ളത് ക്ലിയറാണ്. നമുക്ക് ഒത്തിരി മൈന്യൂട്ടായ ഡീറ്റെയിൽസ് ദിനവൃത്താന്തത്തിൽ നിന്നാണ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും അതിനെ ബൈപ്പാസ് ചെയ്യരുതെന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മളിപ്പോൾ വായിക്കുമ്പോൾ ഇന്നലെ വായിച്ചതാണല്ലോ എന്ന് തോന്നിയാലും അത് വീണ്ടും വീണ്ടും വായിക്കുന്നതിൽ മടുപ്പ് തോന്നരുത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു ചോദ്യം കൂടി ചോദിക്കുക. അച്ഛൻ പറഞ്ഞു ദേവാലയം ദൈവജനത്തിൻ്റെ ഒരു കൂട്ടായ്മയുടെ അടയാളമായിട്ട് അതിമനോഹരമായിട്ട് അവരുടെ ഒരു പ്രതീകം പോലെ തന്നെയാണ് അത് പണിയപ്പെട്ടത്. ഈ ദേവാലയം നശിപ്പിച്ച് കളയുന്ന ഒരു സാഹചര്യം ദൈവം അത് അനുവദിച്ചത് എന്തുകൊണ്ടാണ്? തൻ്റെ ആലയം നശിപ്പിച്ച് കളയാൻ ദേവാലയത്തിൻ്റെ ഒരു പർപ്പസ് ദേവാലയം നിറവേറ്റാതെ വന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും ഭയാനകമായ കാര്യം എന്താണെന്നറിയാം? ദേവാലയം തകർക്കപ്പെട്ടതിൻ്റെ പിന്നിൽ നമ്മൾ രാജാക്കന്മാരുടെ ചരിത്രം പിന്നീട് ഇനി കൂടുതൽ ഈ പ്രവാസത്തെക്കുറിച്ച് വായിക്കുമ്പോൾ ക്ലിയർ ആവത്. എന്താ വെച്ചാൽ കുറച്ച് മുൻകൂട്ടി ഞാൻ പറയുന്നെങ്കിൽ അത് ഈ സന്ദർഭത്തിൽ പ്രധാനപ്പെട്ടതാണ്. ദേവാലയം വിജാതീയ ക്ഷേത്രം പോലെയായി. പ്രത്യേകിച്ച് അസീറിയ ക്ഷേത്രത്തിൻ്റെ മാതൃകയിൽ പ്രധാന അൾത്താര പിന്നീട് അവർ മാറ്റി നിർമ്മിച്ചു. ഇങ്ങനെ ഒരുപാട് നമ്മൾ സാധാരണ ബൈബിൾ വായനയിൽ കണ്ടെത്താത്ത ഒത്തിരി ഡീറ്റെയിൽസ് നമുക്കിനി ഈ രാജാക്കന്മാർ, വിഭജിത രാജ്യം, പ്രവാസം, ആ പീരീഡിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ പർപ്പസ് മുഴുവൻ തകർത്തു. ദൈവം എന്താഗ്രഹിച്ചോ ആ ജനത ദൈവത്തെ ആരാധിക്കുന്നതിന് പകരം ഇതേ ദേവാലയത്തിൽ വിഗ്രഹങ്ങളെ ആരാധിക്കാൻ തുടങ്ങി. അപ്പോൾ വിഗ്രഹങ്ങളെ കൊണ്ടുവന്ന് രാജാക്കന്മാർ തന്നെ നേരിട്ട് പ്രതിഷ്ഠിച്ചു ദേവാലയത്തിലെ ഒരു വിജാതീയ രാജാവ് ദേവാലയം സന്ദർശിക്കാൻ വരുമ്പോൾ ആ രാജാവിന് വേണ്ടി ദേവാലയത്തിൻ്റെ ദൈവം പറഞ്ഞ് നിർമ്മിച്ച കുറേ ഭാഗങ്ങൾ ഇടിച്ചു കളഞ്ഞു ആ രാജാവിന് വരാൻ വേണ്ടി. ഇങ്ങനെ ഒത്തിരി ഹീനമായ കാര്യങ്ങൾ ചെയ്ത് ദേവാലയത്തെ യഥാർത്ഥത്തിൽ ഒരു വിജാതീയ ക്ഷേത്രം പോലെ ആക്കിയ ഒരു സ്റ്റേജിലാണ് ദേവാലയം തകർക്കപ്പെടുന്നത്. പിന്നെ നമ്മൾ പുതിയ നിയമത്തിലേക്ക് കുറച്ചുകൂടെ മുൻകൂട്ടി കണ്ട് ചിന്തിച്ചാൽ ദേവാലയം പ്രതിനിധാനം ചെയ്യുന്നത് എന്നേക്ക് നിലനിൽക്കാനല്ല ആ ദേവാലയത്തെ ദൈവം സൃഷ്ടിച്ച്. എന്നും നിലനിൽക്കുന്ന ദേവാലയം യേശുവാണ്, സഭയാണ്. അപ്പോൾ ആ ട്രാൻസിഷൻ വരെയുള്ള അതിൻ്റെ റെലവൻസ്. അപ്പോൾ അതുകൊണ്ട് എന്നായാലും അത് തകർക്കപ്പെടുക എന്നുള്ളതാണ് അതിൻ്റെ നിയോഗം. അതുകൊണ്ടാണ് ദേവാലയം നിലനിൽക്കാതിരുന്നത്. നമുക്ക് ഒരു 2-3 കാര്യങ്ങൾ നമുക്ക് ഈ വായന അവസാനിപ്പിക്കുമ്പോൾ ഇതിൽ നിന്ന് എടുക്കാനുണ്ട്. എനിക്ക് വളരെ വളരെ നന്നായിട്ട് തോന്നിയ 1-2 കാര്യങ്ങളെ. ഒന്ന്, ഒരു കുടുംബനാഥൻ എങ്ങനെയാവണം, ഒരപ്പൻ എങ്ങനെയാവണം, ഒരു കമ്മ്യൂണിറ്റിയെ നയിക്കുന്ന ലീഡർ എങ്ങനെയാവണം, ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഉള്ളൊരു പാഠപുസ്തകമാണ് നമ്മൾ വായിക്കാൻ പോകുന്ന ഒരു പീരീഡ്. ഒത്തിരി പ്രത്യേകിച്ച് ലീഡർഷിപ്പ് ട്രെയിനിങ് ഒക്കെ നടത്തുന്നവർക്ക് എടുക്കാൻ പറ്റുന്ന ഒത്തിരി ലെസൺസ്. പ്രത്യേകിച്ച് ദാവീദൊക്കെ തൻ്റെ കൂടെയുള്ള ആളുകളെ കൊണ്ടു നടന്ന ഒരു രീതി, അതുപോലെ തന്നെ ദാവീദ് ഒരു നേതാവെന്ന നിലയിൽ, ഒരു കുടുംബനാഥൻ എന്ന നിലയിൽ ദാവീദിന് പറ്റിയ പാളിച്ചകൾ, എന്തുകൊണ്ട് മക്കളൊക്കെ വഴിതെറ്റിപ്പോയി, ഒത്തിരി ലെസൺസ് ഇതിനകത്തുനിന്ന്. സാവൂളിനോട് ക്ഷമിക്കുന്നത്, അതെ, സാവൂളിനോട് ക്ഷമിക്കുന്നത്, ഞാൻ പറഞ്ഞില്ല, കരുണ കാണിച്ച കാര്യം പറഞ്ഞപ്പോൾ അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ ഈ മക്കളോട് തന്നെ, അബ്സാലോം, അവൻ കൊട്ടാരത്തിൽ നിന്ന് തന്നെ പുറത്താക്കിയിട്ട് പോലും അവൻ മരിക്കുമ്പോൾ അബ്സലോം എന്ന് പറഞ്ഞ് ദാവീദ് കരയുകയാണ്. അപ്പോൾ ഒത്തിരി നമ്മൾ പഠിക്കേണ്ട ഒരുപാട് ലെസൺസ്. ഒരു ലീഡർ എങ്ങനെയാവണം, ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്ന ഒരാൾ എങ്ങനെയാവണം, ഇനി ഒന്നും വേണ്ട ഒരു കുടുംബനാഥൻ എങ്ങനെയാവണം തുടങ്ങിയ ഒത്തിരി കാര്യങ്ങൾ നമ്മൾക്ക് ഇതിൽ നിന്ന് പഠിക്കാനായിട്ട് പറ്റും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏത് ബൈബിളിലെ ഗ്രന്ഥം വായിക്കുമ്പോഴും, പ്രത്യേകിച്ച് ഈ ഭാഗം വായിക്കുമ്പോഴും നമുക്ക്
യേശുക്രിസ്തുവിനെ മനസ്സിൽ കണ്ടുകൊണ്ട് വേണം വായിക്കാൻ. എങ്ങനെ ഇത് യേശുവിനോട് ബന്ധപ്പെടുന്നു എന്ന് നമ്മൾ മനസ്സിലൊരു ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചാൽ ഈ വായന വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ വായനയായിരിക്കും. എനിക്ക് പൊതുവേ പണ്ടൊക്കെ ഞാൻ വായിക്കുമ്പോൾ എനിക്ക് മടുപ്പ് തോന്നിയിരുന്നൊരു ഭാഗമാണ് ഈ രാജാക്കന്മാരും ദിനവൃത്താന്തവും ഒക്കെ. പക്ഷേ എനിക്ക് വളരെ സത്യസന്ധമായിട്ട് പറയാൻ പറ്റും, ഞാനത് വായിച്ച് റെക്കോർഡ് ചെയ്യുന്ന സമയത്തൊക്കെ എനിക്ക് ഭയങ്കരമായ ഒരു വല്ലാത്ത ഒരു മുമ്പ് ഇല്ലാത്ത ഒരു ഊർജം നമുക്കിതിങ്ങനെ ഈ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് വായിക്കുമ്പോൾ കാണാൻ പറ്റും. അപ്പോൾ ഓരോ അധ്യായത്തിലും യേശുവിനെ തിരയുക എന്നുള്ളതാണ് വായനക്കാരുടെ മുമ്പിലെ ചലഞ്ച്. അത് നന്നായിട്ട് നടത്താൻ ഈ പീരീഡ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് പ്രത്യേകം ഞങ്ങൾ നന്ദി പറയുന്നു. കൂടുതൽ തീക്ഷ്ണതയോടെ നമുക്ക് ഈ വചന വായനയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ കർത്താവ് നമ്മളെ അനുവദിക്കട്ടെ. വളരെ സന്തോഷകരമായ ഈ യാത്രയിൽ നിങ്ങളൊപ്പം ചേരുന്നതിന് ഞങ്ങൾ ദൈവനാമത്തിൽ നിങ്ങളോട് നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. നാളെ മുതൽ വീണ്ടും വചന വായന തുടരുമ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് എത്താൻ കൊതിയോടെ ഞങ്ങൾ കാത്തിരിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ ആശീർവദിക്കട്ടെ. ആമേൻ.